സമരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശവുമായി ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല. നിയമവിരുദ്ധമായ അട്ടിമറികളിലും പ്രതിഷേധങ്ങളിലും പങ്കാളികളാകരുതെന്ന് സർവകലാശാലയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഭാവി അപകടത്തിലാക്കരുതെന്നും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ആഹ്വാനം. വിദ്യാർത്ഥികളുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിലാണ് സർവകലാശാലയുടെ അറിയിപ്പ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ജാമിയ മിലിയ ഇസ്ലാമിക് സർവകലാശാലയുടെ വിദ്യാർത്ഥികളോട് അവരുടെ ഭാവി ശ്രദ്ധിക്കാനും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത് ഭാവി അപകടത്തിലാക്കരുത്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ജാമിയ മിലിയ ഇസ്ലാമിക് സർവകലാശാല നൽകുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് ഡൽഹി സർവകലാശാലയും അതോടൊപ്പം തന്നെ JNUവും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് ഇത്തരത്തിലുള്ള സർവകലാശാലകൾ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? അമൽ, തീർച്ചയായിട്ടും. അതായത് ഈ CJP നടത്തുന്ന സമരത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തത് ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിലായിരുന്നു. അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും ഈ അക്രമത്തിൻ്റെ ഭാഗമാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ സർവകലാശാല അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തങ്ങളുടെ വിദ്യാർത്ഥികൾ ധാരാളമായി ഈ മാർച്ചുകളിലും മറ്റും പങ്കെടുത്തുകൊണ്ട് അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർവകലാശാല ഇപ്പോൾ കൃത്യമായ വിദ്യാർത്ഥികൾക്കൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള അക്രമങ്ങളിൽ പോയി ഇടപെടരുത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമെന്നുള്ളത് ഈ നേരത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ JNUവും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കായി ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഈ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല വിദ്യാർത്ഥികളോട് ഈ അനാവശ്യമായിട്ടുള്ള സമരകോലാഹലങ്ങളിൽ ഇടപെടരുത്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ മുഖവിലയ്ക്കെടുക്കണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് ഇപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല അഭ്യർത്ഥിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് അത്തരത്തിൽ പാറ്റകൾക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇസ്ലാമിക് സർവകലാശാല അടക്കം പ്രധാനമന്ത്രിയുടെ ആ ഒരു ആഹ്വാനം ഏറ്റെടുത്തിരിക്കുകയാണ്, വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമലേ, അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഈ എന്താണ് പറയുന്നത്, ആറ്റം ബോംബും പ്രയോഗിച്ചാൽ പോലും പാറ്റകൾക്ക് വംശനാശം സംഭവിക്കത്തില്ല എന്നാണ് ഇവരുടെ ഒരു ഇത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരുട്ടിലെ ഇവര് പുറത്തിറങ്ങുള്ളൂ കേട്ടോ. ഒരു കാര്യമുണ്ട്, പാറ്റയുടെ പ്രത്യേകത എന്താ? പാറ്റയ്ക്ക് എത്ര ചത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും ചാകില്ലെന്ന് പറയുന്നത്, പക്ഷെ ഒന്നും മലത്തിൽ കെട്ടി തീർന്നില്ലേ? തീർന്നു. അത് മാത്രമല്ല, ഈ സാധാരണ ഈ നമ്മളൊക്കെ സയൻസ് ആണോ പഠിച്ചത്, +2, നമുക്ക് പാറ്റയെ കീറി മുറിച്ച തലയടക്കം. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ബ്ലഡിന്റെ കളർ അറിയാലോ അല്ലേ? നീല കളറാണ്. അതെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ്. പാർട്ടിയുടെ പ്രത്യേകതകളൊന്നും കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്നായിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രത്യേകതകൾ പഠിച്ചേ പറ്റും. എന്നിട്ട് ഈ പാർട്ടിയെ പറ്റി കൂടുതൽ സംസാരിക്കാം. എന്തായാലും ഇനി പറക്കമുറ്റാറായ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്.